ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്നിവിടെ കപ്പങ്ങയും പരിപ്പും കൂടി ഒരു അരച്ചുകൂട്ട് കറിയാണ് വെക്കുന്നത്. നമുക്കതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ പരിപ്പ് ഇവിടെ ഒന്ന് വേവിച്ചെടുക്കണം. കുക്കറിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഈ പരിപ്പൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. 2 വിസിലടിച്ചാൽ മതി കേട്ടോ. ഒരുപാട് കലങ്ങി പോകണ്ട. ഇപ്പോൾ ഒരുപാട് കലക്കിയെടുക്കണ്ട. നമുക്ക് കപ്പങ്ങയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഇത് വേവിക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കപ്പങ്ങ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ഇവിടെ തന്നെ ഉണ്ടായതാണ്, അതുകൊണ്ട് ഇതിന് കുറച്ച് ടേസ്റ്റ് കൂടും കേട്ടോ. പിന്നെ പരിപ്പപ്പോൾ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആ കപ്പങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. കപ്പങ്ങ അധികം കുഴഞ്ഞു പോകരുത് കേട്ടോ. പരിപ്പ് എന്തായാലും ഇനി ഒരു വിസിൽ കൂടി അടിക്കുമ്പോൾ നല്ലപോലെ ഒന്ന് കുഴഞ്ഞു കിട്ടും. അപ്പോൾ കപ്പങ്ങ അത്രയും കുഴഞ്ഞു പോകണ്ട. ഒത്തിരി അങ്ങോട്ട് കുഴഞ്ഞു പോയാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവത്തില്ല. അത് ഇങ്ങനെ ഒരു മീഡിയം ലെവലിൽ വേവിച്ചെടുക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ചേർത്ത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിനൊരു അരപ്പ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ തേങ്ങ, ഉള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടി, പച്ചമുളക്, വേപ്പില ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കപ്പങ്ങ കണ്ട ഇങ്ങനെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പരിപ്പൊക്കെ നല്ലപോലെ വെന്ത് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. കപ്പങ്ങ എന്നാൽ അത്ര ഉടഞ്ഞിട്ടുമില്ല കേട്ടോ. അങ്ങനെ വേവിച്ചെടുക്കണം. അതിനുശേഷം നമുക്കിതൊന്ന് താളിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് 2 ചുവന്നുള്ളി കട്ട് ചെയ്ത്, പിന്നെ കുറച്ച് കറിവേപ്പില, 2 വറ്റൽമുളക്, ഒരു തണ്ട് വേപ്പില, പിന്നെ ഈ അരപ്പും കൂടിയിട്ട് ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. അരപ്പെന്ന് പറഞ്ഞാൽ ഇവിടെ ഒതുക്കിയെടുക്കുക എന്നാണ് കേട്ടോ പറയുന്നത്. നല്ല പോലെ പേസ്റ്റായിട്ട് അരച്ചതല്ല, ഈ ഒരു ഇതിൽ അരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ കൂട്ടുകാരൊക്കെ ആദ്യമായിട്ട് ചാനൽ കാണണമെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ ആൾക്കാർക്കും ഒരുപാട് സ്നേഹം കേട്ടോ. അപ്പോൾ കണ്ടോ, ഇത്രേ ഉള്ളൂ കേട്ടോ. സിമ്പിളാണ് കേട്ടോ, വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ഓക്കെ, ബൈ.